ചേർത്തല ടൗൺ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ മെഗാ പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചേർത്തലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു എൽ പി വിദ്യാലയമാണ് ഗവൺമെൻറ് ടൗൺ എൽ പി. നമ്മുടെ നാളെ അഡ്മിഷൻ മേള, മെഗാ അഡ്മിഷൻ മേള സ്പ്ലെൻഡർ 2K25 എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് പരമാവധി കുട്ടികളെ അഡ്മിഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വർഷങ്ങളായി നമ്മൾ ഒറ്റ ദിവസമാണ് മെഗാ അഡ്മിഷനായിട്ട് നടത്തുന്നത്. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ അഡ്മിഷൻ എത്താൻ പറ്റാത്തവർക്ക് അവസരങ്ങൾ വീണ്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. നാളെ നടക്കുന്ന ഈ അഡ്മിഷൻ മേളയെടുത്ത് മുന്നോടിയായിട്ട് തന്നെ സ്കൂള് വരും വർഷങ്ങളിലേക്ക് വലിയ മാറ്റങ്ങളോട് പ്രവർത്തിക്കുന്നതിനുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിരിക്കുകയാണ്. PTA-യുടെയും അധ്യാപകരുടെയും പൊതുജനങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിന് നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായി നമ്മൾ സ്കൂളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം 10 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് പ്രീ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് വലിയ ഒരു അന്തരീക്ഷം ഒരുക്കുകയാണ്. ക്ലാസ് മുറികളിലും ചുറ്റുപാടുകളിലും അവരെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന ഉത്തമ പൗരനായി വളർത്താൻ പറ്റുന്ന അന്തരീക്ഷമാണ് സ്കൂൾ ക്ലാസ് മുറികളിൽ IT സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 2 ശീതീകരിച്ച ക്ലാസ് മുറികൾ ഈ വർഷം ആരംഭിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ ശാസ്ത്രാനുഭവം ഏറ്റവും ഗംഭീരമായി മനസ്സിലാക്കാനും കണ്ടുപിടുത്തങ്ങളും തിരിച്ചറിവുകളും ഉണ്ടാക്കുന്ന ശാസ്ത്രമൂലകൾ കളിക്കുവാനും പുതിയ വേഷങ്ങളോടും അല്ലെങ്കിൽ ഏത് ജോലി തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാനും ആ വേഷത്തിൽ അവരഭിനയിക്കാനും അവസരമൊരുക്കുന്ന കുഞ്ഞരങ്ങുകൾ, ശാസ്ത്രാനുഭവം നൽകുന്ന ശാസ്ത്രമൂല, വിനോദത്തിനും വിദ്യാഭ്യാസത്തിനും നൽകുന്ന ശാസ്ത്രാനുഭവങ്ങളൊക്കെ IT ഇടങ്ങൾ, അങ്ങനെ എല്ലാ മേഖലകളിലും കുട്ടിയെയും കുട്ടിയുടെ രക്ഷിതാവിനെയും IT മേഖലകൾ ഉൾപ്പെടെ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മൾ സ്കൂള് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഈ വരുന്ന മാസങ്ങളിൽ സ്കൂളിൻ്റെ വാർഷികവും പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. വർണ്ണക്കൂടാരം എന്ന പദ്ധതി കുട്ടികൾക്ക് പ്രീ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പദ്ധതിയാണ്. ഇത് ഒട്ടേറെ സാധ്യതകൾ കുഞ്ഞിൻ്റെ മുന്നിൽ തുറന്നു കൊടുക്കുന്ന ഒരു ഇതായിട്ട് മാത്രമാണ് നമ്മൾ അതിനെ ഒരുക്കിയിരിക്കുന്നത്. ചേർത്തല ഗവൺമെൻറ് ടൗൺ LPSലെ മെഗാ പ്രവേശനോത്സവം ബുധനാഴ്ച നടക്കും. മെഗാ പ്രവേശനോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പ്രധാന അധ്യാപിക NR സീത, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനൂപ് വേണു, അധ്യാപകൻ NS ശ്രീകുമാർ, PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ P പ്രശാന്ത്, IB മോൻ, രമ്യമോൾ എന്നിവർ അറിയിച്ചു. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലേക്കാണ് പ്രവേശനം. ഈ അധ്യയന വർഷം മുതൽ അറബിക് വിദ്യാഭ്യാസം സ്കൂളിൽ തുടങ്ങും. സ്മാർട്ട് ക്ലാസ് റൂമുള്ള LP സ്കൂൾ എന്നതിലേക്ക് ഉള്ളൊരു പേര് ചേർത്തല ഗവൺമെൻറ് സ്കൂളിൽ ലഭ്യമാകും. വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനം ഈ മാർച്ച് മാസം ആദ്യവാരം തന്നെ നടത്താൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ PTA അതുപോലെ സ്കൂൾ അധികൃതരെല്ലാം ആലോചിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രിയെ ക്ഷണിക്കണമെന്നാണ് നമ്മൾ ഇപ്പോൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ക്ലാസ് സ്മാർട്ട് ക്ലാസ് വരുന്നതോടുകൂടി തന്നെ എനിക്ക് ചേർത്തല ഉപജില്ലയിലേക്ക് തന്നെ താലൂക്കിനകത്ത് തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുള്ള LP സ്കൂളിലെ ആദ്യത്തെ സ്കൂളായി ചേർത്തല ഗവൺമെൻറ് LP സ്കൂൾ മാറും. സ്കൂളിനെ കുറിച്ച് നിരവധിയായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളെല്ലാം പഠിച്ച സ്കൂളാണ്. ആ സ്കൂളിൽ ആ നിലവാരത്തിലേക്ക് അതിൻ്റെ അക്കാഡമിക് നിലവാരത്തിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. സ്കൂളിൻ്റെ അക്കാഡമിക് നിലവാരം വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും അധികം അഡ്മിഷൻ സ്കൂളിലേക്ക് വരുന്നത്. എല്ലാ വർഷവും ഏറ്റവും അധികം അഡ്മിഷൻ നടക്കുന്ന സ്കൂളായി ചേർത്തല ജില്ലയ്ക്കകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട സ്കൂളായി ചേർത്തല ഗവൺമെൻറ് ടൗൺ LP സ്കൂൾ മാറുകയാണ്. ടീച്ചർ മറ്റു കാര്യങ്ങൾ സൂചിപ്പിച്ചു. കളിയിടങ്ങൾ, അവിടെ കുട്ടികൾ കളിക്കൂടാരം, വർണ്ണക്കൂടാരം എന്ന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് കുട്ടികൾ കളിക്കാൻ വേണ്ടിയുള്ള LKG UKG കുട്ടികൾ കളിക്കാൻ വേണ്ടിയുള്ള വലിയൊരു സംവിധാനത്തിലേക്ക് മാറുകയാണ്. സ്കൂളിൻ്റെ സ്ഥലപരിമിതികൾ ഉൾക്കൊണ്ടുവരുന്നത് തന്നെ കുട്ടികൾക്ക് അവിടെ കൃത്യമായി കളിക്കാനും അതേപോലെ പഠിച്ചു വളരാനും വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കുന്ന ഒരു അന്തരീക്ഷം ഒരുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ സ്കൂളിൽ അറബി ക്ലാസ് കൂടെ ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ സമീപത്തുള്ള വിദ്യാലയങ്ങളിൽ തന്നെ ഇത്തരം ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് അടുത്ത അക്കാദമിക് മുതൽ നമ്മൾ അറബി കുട്ടികളെ കൂടെ വിദ്യാഭ്യാസം കൂടെ നൽകുന്ന തരത്തിലേക്കുള്ള പാഠ്യപ്രവർത്തനങ്ങളാണ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പം അതിനൊരു തുടക്കം ഈ അടുത്ത ജൂൺ 25 ജൂൺ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ ഒരു വർഷമായിട്ട് തന്നെയാണ് മാറാൻ പോകുന്നത്. അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ സ്കൂളിൻ്റെ അന്തരീക്ഷം മാറ്റിമറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുൻകാലങ്ങളിൽ തന്നെ വളരെ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നേടിയതിന് ഗിന്നസ് ബുക്കിൽ വരെ നമ്മൾ കയറിയിട്ടുണ്ട് സ്കൂള്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നേടുന്ന വർഷമായി ഈ വർഷവും മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ സുരക്ഷിതവും ആയിട്ടുള്ള യാത്രാ സൗകര്യം നമ്മുടെ സ്കൂളിലുണ്ട്.
കാരണം 2 സ്കൂൾ വാഹനങ്ങൾ തന്നെയുണ്ട്. കൂടാതെ പുറത്തുനിന്ന് തന്നെ നമ്മൾ റെന്റിനെടുത്ത 2 വാഹനങ്ങൾ കൂടെ കുട്ടികളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ പോലീസ് സേനയുടെയും സഹകരണം രാവിലെ മുതൽ തന്നെ രാവിലെയും വൈകുന്നേരം നമ്മുടെ സ്കൂളിൽ ലഭിക്കുന്നത് കൊണ്ട് വളരെ സുരക്ഷിതമായിട്ട് തന്നെയാണ് കുട്ടികൾ വരികയും പോവുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ പറയുകയാണ്.